നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പ് ഓൺ ടൈമിൻ്റെ കശ്മീർ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാം. നമ്മളിത് 4ാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. ശ്രീനഗറിൽ നമ്മുടെ മിഥുൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവൻ വഴി നമുക്ക് റൂമും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് കാറ്റഗറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ബെഡിന് ക്ലൈമറ്റ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഏത് നിമിഷം എടുത്ത് ക്ലൈമറ്റ് -ഡിഗ്രിയിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മുടെ ബെഡ് വാമാക്കാനുള്ള സെറ്റപ്പൊക്കെ അതിനകത്ത് തന്നെയുണ്ട്. നമ്മൾ ഏതായാലും 3-4 ദിവസത്തേക്ക് താമസിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും മുകളിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമിലേക്കാണ് പോകുന്നത്. ഏതായാലും കേരളത്തിൽ നിന്ന് പോകുന്നതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ട്രാവലിംഗ് ആയിരുന്നു. എങ്ങും നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യണം. നമ്മുടെ തുണിയും കാര്യങ്ങളെല്ലാം തന്നെ വാഷ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ശ്രീനഗറിൻ്റെ ഇടവഴികളിലൂടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനാണ്. വെൽക്കം ടു ട്രിപ്പ് ഓൺ ടൈം. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമ്മളിന്ന് ശ്രീനഗറിൻ്റെ ഇടവഴികളിലൂടെ മെയിൻ റോഡിലൂടെയുള്ള കാഴ്ചകളെല്ലാം തന്നെ കാണാൻ പോവാണ്. 100 മീറ്റർ ഗ്യാപ്പിൽ തന്നെ 2 ആർമിക്കാർ വീതം റെഡിയാക്കിയ ഗണ്ണുമായിട്ട് എല്ലാ വഴിയിലും ഉണ്ട് കേട്ടോ. ആർമിക്കാരുടെ കൂടെ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവരെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഏത് നിമിഷവും ഗണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അത്രയും സീരിയസ്നെസ്സിലുള്ള കാര്യങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ തമാശ കളിക്കാൻ പോയിട്ട് കാര്യമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ മര്യാദയാണ്. എന്നാലും നാട്ടിൽ നിന്നുള്ള ഒരാളെ കാണുമ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ അവർ നമ്മളെ ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ആർമിക്കാരും CRPFകാരും എല്ലാ സെക്യൂരിറ്റി ഫോഴ്സുകാരും ഇവിടെ ഓൾറെഡി ആക്റ്റീവാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ്റെ ഏതാണ്ട് 95% കംപ്ലീറ്റ് മുസ്ലിംസ് ആണ് കേട്ടോ. 2-4% മാത്രമാണ് ഹിന്ദു റിലീജിയൻ ഇവിടെയുള്ളത്. ക്രിസ്ത്യാനിറ്റിയും വളരെ കുറവാണ്. അതുപോലെ തന്നെ ബുദ്ധിസവും സിഖിസവും ഒക്കെ വളരെ കുറവായിട്ടാണുള്ളത്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത് മുസ്ലിംസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ശ്രീനഗറിലേക്ക് വരുന്നത് ഏപ്രിൽ ടു ജൂൺ ആണ്. ഈ ഒരു സമയമാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓട്ടം സീസൺ വരുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ്. ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ. ഏതാണ്ട് 20,000ഓളം ടൂറിസ്റ്റുകൾ ഒരു ദിവസം ശ്രീനഗറിൽ വരുന്നുണ്ട്. ശരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ നടക്കുന്ന ഈ വഴികളിലൂടെ ഇത്ര ധൈര്യത്തോടു കൂടി നമുക്ക് നടക്കാൻ സാധിക്കുന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ ആർമിയുടെയും ആ ഒരു ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ്. വിൻ്റർ സീസണിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ നടക്കുന്ന വഴികളിലും വീടിൻ്റെ മുകളിലും കെട്ടിടത്തിൻ്റെ മുകളിലും എല്ലാം തന്നെ നിറയെ ഐസ് വീണ് കൂമ്പാരം പോലെ ഇരിക്കുന്ന കാഴ്ചകളായിരിക്കും നമ്മൾ കാണുന്നത് കേട്ടോ. മഞ്ഞുകാലം അല്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പ് ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഓൾമോസ്റ്റ് ഒരു 7 to 6 ആ ഒരു റേഞ്ചിൽ എപ്പോഴും ഇവിടെ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രി കാലങ്ങളിൽ അതിനേക്കാൾ താഴേക്ക് പോകുന്ന ഒരു കണ്ടീഷനിൽ വരുന്നുണ്ടാവും. കൂടാതെ ഇവിടുത്തെ കാലാവസ്ഥയോട് യോജിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ ധരിക്കുന്നത്. വളരെ നീളമുള്ള കനം കൂടിയിട്ടുള്ള, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ചാക്ക് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള വലിയ ജുബ്ബകളൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ ധരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ചൂട് അതിനകത്ത് നിലനിർത്താൻ സാധിക്കുന്നതാണ്. വസ്ത്രങ്ങളാണെങ്കിൽ തന്നെയും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല. ഒരു ബ്രൗൺ കളറ്, അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറ്, അല്ലെങ്കിൽ ഒരു ഗ്രേ കളറ്, ഏതാണ്ട് മങ്ങിയ തരത്തിലുള്ള ഒരു കളറ് കാര്യങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അവർ ധരിക്കുന്നത്. ശരിക്കും ഒരു കാലത്ത് കശ്മീരി സിവിലിയൻസിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയൊക്കെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം എല്ലാം കഴിഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയ പോലെ ഒരു കാലഘട്ടത്തിലോട്ട് വന്നപ്പോഴത്തേക്കും, കൂടാതെ പുറത്തുനിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. അവരുമൊക്കെ വളരെ ഫ്രീഡമായിട്ട് നടക്കുന്നത് കാണുമ്പോൾ അവിടുത്തെ സിവിലിയൻസിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു അമർഷം നമുക്ക് ശരിക്കും വായിച്ചെടുക്കാൻ പറ്റും. നീയൊക്കെ എത്ര കാലമായി ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി നടക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളത് അവരുടെ ഒരു മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതായത് മറ്റൊന്നുമല്ല, പഴയൊരു കാലഘട്ടമായിരുന്നെങ്കിൽ നീയൊക്കെ ഇതിലെ കൂളിംഗ് ഗ്ലാസും വെച്ച് പോക്കറ്റിൽ കൈവിട്ട് നടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു ഭാവത്തിലാണ് അവർ നടക്കുന്നത്. പിന്നെ നമ്മളതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് നല്ല സപ്പോർട്ടും നമുക്ക് നല്ല പ്രൊട്ടക്ഷനും ഗവൺമെൻറ് നമുക്ക് അവിടെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നടക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരുപാട് ഷോപ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഫുഡിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് കശ്മീരിന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡുകൾ, എല്ലാ ഫുഡിനും നല്ല കോസ്റ്റ്ലിയാണ്, നല്ല പൈസയാവുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും അതുപോലെ തന്നെ ടേസ്റ്റിയാണ്, ഭയങ്കര നീറ്റ്നെസ്സുമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈവൻ നമ്മളൊരു സ്ട്രീറ്റ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ പോലും അത്രയും നീറ്റ്നെസ്സോട് കൂടിയാണ് നമുക്ക് അവരത് തരുന്നത് കേട്ടോ. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സ് നിറഞ്ഞ് കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ പൈസ വേറെ കൊടുത്താൽ മതി, നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ സ്നാക്സും കാര്യങ്ങളും പിന്നെ സ്വീറ്റ്സും ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല പൈസയാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഒരു കാഴ്ച കണ്ടത്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് നമ്മുടെ മിലിറ്ററിക്കാരുടെ ജാക്കറ്റ് പോലുള്ള സാധനങ്ങൾ
മിലിറ്ററിക്കാരുടെ ബാഗുകൾ, അതുപോലെ വലിയ വലിയ കോട്ടുകൾ, പിന്നെ മഞ്ഞിൽ ഉപയോഗിക്കുന്ന ഷൂസ്, കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നമ്മുടെ ക്ലോത്ത് ഐറ്റംസുകളെല്ലാം തന്നെ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ വലിയ ട്രാവൽ ബാഗുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, ഇതെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇത് എങ്ങനെയാണിത് റീസെയിൽ ചെയ്യുന്നതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതോ ഇനി റെന്റിന് വേണ്ടി കൊടുക്കുന്നതാണോ എന്താണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഏതായാലും അതിൻ്റെ തന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു. കുറേ ഷോപ്പുകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കശ്മീരികളുടെ ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൈ അവർ വെറുതെ ഇട്ടിരിക്കുകയാണ്. പരമാവധി കൈ അവർ അകത്തേക്ക് മടക്കി വെച്ചിരിക്കുമായിരിക്കും. കൈ ഇടുന്ന പോർഷൻ ചുമ്മാ താഴേക്ക് തൂങ്ങിക്കിടക്കുമായിരിക്കും. അപ്പം അങ്ങനെയാണ് കൂടുതൽ ആളുകളും ഈ ഒരു വസ്ത്രം ധരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏറെക്കുറെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ടിൽ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഈ യാത്ര ഒരുപാട് താമസിക്കാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.